ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവത്തോട് ചേർന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുവാനും ഈശോയെ കണ്ടെത്തുവാനും ആവേ മരിയ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗ്യസ്മരണാർഹനായ പോൾ ആറാമൻ മാർപ്പാപ്പ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: സഭയുടെ ആന്തരിക നവീകരണം ഏറ്റവും തീവ്രമായി നടക്കുന്നത് ശക്തമായി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിലൂടെയാണ്. ഒരമ്മയ്ക്കാണ് കുഞ്ഞിന് അസുഖം വന്നാൽ ഏറ്റവും നന്നായി അറിയാവുന്നത്. തിരുസഭയുടെ ഹൃദയത്തിന് രോഗബാധയായിരിക്കുന്നത് കൊണ്ട് ഈശോ ഭൂമിയിലേക്ക് അമ്മയെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം ഇവയിലൂടെ സഭയെ പടുത്തുയർത്താൻ. പ്രിയപ്പെട്ടവരെ, സഭാമക്കളായ നമുക്കും അമ്മയോട് ചേർന്ന് നിന്ന് നമ്മെയും സഭ മുഴുവനെയും നവീകരിക്കണമേ എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമായ അമ്മയുടെ കണ്ണുകളിൽ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം.
സഹോദരീ സഹോദരന്മാരെ, ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിലൂടെയാണ് യേശുക്രിസ്തുവിൻ്റെ ഒരു കാലഘട്ടം, യുഗം ഈ ലോകത്തിൽ ആരംഭിക്കുന്നത്. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവൾ പരിശുദ്ധ അമ്മയാണ്. ഒന്നാം സഹസ്രാബ്ദത്തിൽ മാത്രമല്ല, ഈ മൂന്നാം സഹസ്രാബ്ദത്തിലും പരിശുദ്ധ അമ്മയിലൂടെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, യേശുക്രിസ്തു യുഗം പോഷിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് സ്വർഗത്തിൻ്റെ പദ്ധതി. ഈ പ്രത്യക്ഷീകരണങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നതും അതുതന്നെയാണ്. ഈ അവസരത്തിലെ പ്രത്യക്ഷീകരണങ്ങളിലേക്ക്, അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ വ്യക്തിപരമായി നമുക്ക് ഒന്ന് പറയാൻ സാധിക്കും. പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം, യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമ്മെ ദൃഢപ്പെടുത്തുകയും യേശുക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ നമ്മെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് അമ്മയോടടുപ്പം പുലർത്തുന്ന ഓരോ വ്യക്തിയുടെയും അനുഭവമാണ്. ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അമ്മയുടെ സംരക്ഷണവും മധ്യസ്ഥതയും തേടുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധ അമ്മ സംരക്ഷണം നൽകുന്നത് എന്നുള്ള തെറ്റായ ധാരണ യൂദാസ് അപ്പോസ്തോലിക കൂട്ടായ്മയിൽ നിന്നും ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ നിന്നും തെറ്റിപ്പോയി എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ വലിയ നൊമ്പരമായിരുന്നു. ഈ ലോകത്തിൽ സർവ്വജനങ്ങൾക്കും സ്വർഗീയ കൃപകൾ ലഭിക്കാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു. അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ലോകത്തിൻ്റെ മുഴുവനും മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ആ യേശു അനുഭവവും ആഴപ്പെടാൻ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. നാം ഓരോരുത്തരും അത് തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അമ്മയോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ സാധിക്കുക? ഈ അമ്മയോടുള്ള ഭക്തി അർത്ഥപൂർണമായി തീരുന്നത് എപ്പോഴാണ്? ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വിശുദ്ധരൊക്കെ അവിടെ അനുഭവത്തിലൂടെ പങ്കുവച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ, എൻ്റെയും നിങ്ങളുടെയും അമ്മയുടെ ജീവിത ശൈലി നാം ഓരോരുത്തരും സ്വന്തമാക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് എൻ്റെ അമ്മേ എന്ന് ഞാൻ വിളിക്കുന്നതിൽ യഥാർത്ഥമായ അർത്ഥം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം അമ്മയുടെ മക്കളായ നാം പ്രത്യേകിച്ചും ഓർമ്മിക്കണം. അമ്മയുടെ ജീവിതശൈലിയുടെ പ്രത്യേകത എന്താണ്? അമ്മയുടെ ജീവിതശൈലിയുടെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത, ദൈവത്തിൻ്റെ വചനം സമ്പൂർണമായി പാലിക്കുന്നവളായിരുന്നു പരിശുദ്ധ അമ്മ. ഈ അമ്മയെ മനസ്സിലാക്കാൻ, അമ്മ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ, അതിലൂടെ സ്വർഗീയമായ കൃപകൾ കൊണ്ട് നിറയാൻ നാമും സ്വീകരിക്കേണ്ട ഒന്നാമത്തെ മാർഗം ഇതാണ്. രണ്ടാമതായി, വചനം പങ്കുവയ്ക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. വചനം പങ്കുവയ്ക്കുന്ന ജീവിതശൈലി, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി, വചനം ജീവിക്കുന്ന ആ ഒരു ശൈലി,
ആ വചനം സ്വാഭാവികമായും നാം പങ്കുവെച്ചുകൊണ്ടേയിരിക്കും. ഇളയമ്മയായ എലിസബത്തിൻ്റെ ഭവനത്തിലെത്തുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ എലിസബത്തിൻ്റെ പ്രതികരണത്തിന് മുമ്പിൽ പരിശുദ്ധ അമ്മ ആലപിക്കുന്ന കീർത്തനം എവിടെ നിന്നുമാണ്? പഞ്ചഗ്രന്ഥിയിൽ നിന്നും അടർത്തിയെടുത്ത് കോർത്തിണക്കി മറിയം മെനഞ്ഞെടുത്ത മനോഹരമായ കൃതജ്ഞതാ ഗീതമാണ് അവിടെ ആലപിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും പ്രതികരണങ്ങളുമെല്ലാം വചനാധിഷ്ഠിതമാണ്. അമ്മയുടെ സംസാരം വചനാധിഷ്ഠിതമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം ആകമാനം കൊരുത്തെടുത്തിരിക്കുന്നത് ഈ വചനത്തെ കേന്ദ്രീകരിച്ചാണ്. മൂന്നാമതായി, വചനം സ്വീകരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ക്ഷണിക്കുക. അതാണ് വചനത്തിലേക്ക് ക്ഷണിക്കുക. വചനത്തിൻ്റെ പൂർണ്ണത വചനം മാംസം ധരിച്ച യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലേക്ക് ക്ഷണിക്കുന്നു. ആ ക്ഷണമാണ് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് 5-ാമത്തെ വചനം. അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവീൻ. അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവീൻ. അപ്പോൾ ഈ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. അപ്പോൾ വീഞ്ഞിൻ്റെ കുറവ്, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ലഹരികളുടെ കുറവുണ്ട്. സ്നേഹത്തിൻ്റെ ലഹരി, വിശ്വാസത്തിൻ്റെ ലഹരി, പ്രേക്ഷിത്വത്തിൻ്റെ ലഹരി. ഈ ലഹരി നഷ്ടപ്പെടുന്ന അവസരത്തിൽ, തീഷ്ണം നഷ്ടപ്പെടുന്ന അവസരത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? വചനം സ്വീകരിക്കുക, വചനം വായിക്കുക, വചനത്തോട് നിഷ്ഠ പുലർത്തുക, വചനം ധ്യാന വിഷയമാക്കുക. അതിലൂടെയാണ് നമുക്ക് ഈ ചൈതന്യം ആർജിക്കാനും നിലനിർത്താനും സാധിക്കുന്നത് എന്ന്. ഇതിനോട് ചേർന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മ ആത്മാവിൽ നിറഞ്ഞ് സമൃദ്ധമായ ആ ഒരു ജീവിതശൈലി പുലർത്തിയിരുന്നു എന്ന്. ആ ഒരു സമൃദ്ധി പരിശുദ്ധ അമ്മയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് എങ്ങനെയാണ്? വചനത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ, ഈ സ്നേഹത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ സേവനത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് നയിക്കപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് എന്താണ് ലഭിക്കുന്നത്? അവർക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. ഒന്നാമതായി നൽകുന്നത് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിനെ നൽകിക്കൊണ്ടാണ്. കാനായിലെ കല്യാണ വിരുന്നിലായാലും അവർക്ക് വീഞ്ഞ് ഇല്ലാതെ വന്നപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്തത് യേശുക്രിസ്തുവിനെയാണ്. അവരെ നയിച്ചത് യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്കാണ്. എന്നിട്ട് പറഞ്ഞു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ശുശ്രൂഷകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രേക്ഷിത ശുശ്രൂഷകൾ അടിസ്ഥാനപരമായി എന്താണ്? യേശുക്രിസ്തുവിനെ നൽകുന്ന ശുശ്രൂഷകളാണ്. യേശുക്രിസ്തുവിനെ നൽകുന്ന ശുശ്രൂഷകളാണ്. പരിശുദ്ധ അമ്മ എപ്പോഴും ഇതിലാണ് ശ്രദ്ധിച്ചത്. യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതീർണനായിത്തീരുന്നത് വചനം നാം പാലിക്കുമ്പോഴാണ്, വചനം നാം ജീവിക്കുമ്പോഴാണ് എന്നുള്ള യാഥാർത്ഥ്യം. അഞ്ചാമതായി നാം മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ലളിതമായ ജീവിതശൈലിയായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. അത് വിശദീകരണം ആവശ്യമില്ലെന്ന് നമുക്കറിയാം. ഒരു ദൈവപുത്രന് ഇടമൊരുക്കുന്നത് പുൽക്കൂട്ടിലും അതുപോലെ തന്നെ ആശാരിപ്പുരയിലും ഈ സാധാരണക്കാരുടെ ഇടയിലും ഒരു വീട്ടമ്മയായി കഠിനാധ്വാനം ചെയ്യുന്ന അവർ മാതൃത്വത്തിൻ്റെ ശുശ്രൂഷയിലുമൊക്കെയായി സാധാരണക്കാരിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ്, അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്,
അവരുടെ ഭാഗമായിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മ ജീവിച്ചത് എന്നുള്ളതും യേശുക്രിസ്തുവിനെ വളർത്തിക്കൊണ്ടുവന്നത് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതിനോട് ചേർത്ത് നാം മനസ്സിലാക്കേണ്ടത് ആറാമത്തെ കാര്യം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നവരെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനിടയായി. ഓരോ സംഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് ഈ അവസരത്തിൽ നാം പ്രവേശിക്കുന്നില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നവരാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവർ എന്ന് ആദ്യം ഈശോയെ കൊടുക്കുന്നു. അതിനുശേഷം അവൾക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ഏഴാമതായി എല്ലാ ആവശ്യങ്ങളിലും ഓടിയെത്തുന്നവളാണ്, ജാഗ്രതയോടെ ഓടിയെത്തുന്നവളാണ്, നിതാന്ത ജാഗ്രത പുലർത്തുന്നവളാണ്. മക്കളായ നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും സംലഭ്യയാണ് പരിശുദ്ധ അമ്മ. ഞാൻ അറിയുന്നതിന് മുമ്പേ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മ. ആ അമ്മയുടെ ചൂടറിയാതെ എനിക്കൊരു നിമിഷം പോലും കഴിയുക സാധ്യമല്ല. എൻ്റെ വ്യഗ്രതകളിലും ആവലാദികളിലും അമ്മ എപ്പോഴും കൂട്ടായി ഉണ്ടാകും എന്നുള്ളത് ഓർമ്മിക്കണം. എട്ടാമതായി പരിശുദ്ധ അമ്മ കാൽവരി വരെ യേശുവിനെ പിന്തുടർന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ കാൽവരി അനുഭവങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും. നാം ഓർമ്മിക്കണം. അപ്പോൾ ഈ ജീവിത ശൈലി നാം പുലർത്തണമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വേദനയുടെ, മരണത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ കാൽവരി അനുഭവങ്ങളിൽ നാം പങ്കാളികളാകണം എന്നുള്ളതാണ്. ആരവങ്ങളില്ലാത്ത ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. സ്വർഗത്തിൻ്റെ ആരവം ശ്രവിക്കുന്നവൾക്ക് ഈ ലോകത്തിൻ്റെ ആരവങ്ങൾ ആവശ്യമില്ല. ഈ ലോകത്തിന് മഹത്വത്തിൻ്റെ പിന്നാലെ നാം പോകുന്നത് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൻ്റെ ശബ്ദം ശ്രവിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് എന്നുള്ള ആ പാഠം മക്കളായ നാം ഓരോരുത്തരും ഉൾക്കൊള്ളണം. പരിശുദ്ധ അമ്മയുടെ ഈ മാതൃക ഉൾക്കൊള്ളാൻ, ജീവിതശൈലി ഉൾക്കൊള്ളാൻ പരിശുദ്ധ അമ്മയെ ഗുരുഭൂതയായി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. ആ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ കാതുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഈ സ്വർഗീയ രഹസ്യങ്ങൾ പതിച്ചു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അവൾ നമ്മളുടെ സഹനങ്ങളിൽ പങ്കുചേരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യുവാക്കളുടെ ഹരമായ വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് ഒരു വലിയ സ്വപ്നമുണ്ടായി. പ്രക്ഷുബ്ധമായ കടലിൽ തകരാൻ കാത്തു നിൽക്കുന്ന ഒരു പടുകൂറ്റൻ കപ്പൽ, അതിനെ ആക്രമിക്കുന്ന ധാരാളം ചെറു കപ്പലുകൾ. പൊടുന്നനെ കടലിൽ 2 തൂണുകൾ ഉയർന്നു വന്നു. ഒന്നിൽ വിശുദ്ധ കുർബാന, അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: വിശ്വാസികളുടെ പ്രത്യാശ. മറ്റൊരു തൂണിൽ പരിശുദ്ധ അമ്മ, അതിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു: ക്രിസ്ത്യാനികളുടെ സങ്കേതം. ഈ 2 തൂണുകളുടെ ഇടയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ പിതാവ് കപ്പലിനെ ധൈര്യസമേതം നയിച്ചു. കടൽ ശാന്തമായി, അന്ധകാരം നീങ്ങി, പ്രകാശം പരന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ആദ്യത്തെ സക്രാരിയായ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ മറ്റെല്ലാം ശൂന്യം, നിശൂന്യം. പരിശുദ്ധ അമ്മയോട്, ആദ്യത്തെ സക്രാരിയോട് ഈ ഗാനത്തിലൂടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം: അമ്മേ, വിശുദ്ധ കുർബാന ഞങ്ങളുടെ ശക്തി കേന്ദ്രമാക്കി മാറ്റിത്തരണമേ എന്ന്.
പരിശുദ്ധ അമ്മേ, കാരുണ്യം കാത്തു നിൽക്കുന്ന ഞങ്ങളിൽ കാരുണ്യം ചൊരിയണമേ. ഇരുളിലും അലച്ചിലും വേദനകളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങൾക്ക് ആശ്രയവും ബലവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ഈശോ പറയുന്നത് ചെയ്യുവാൻ ഞങ്ങളുടെ ഉൾത്തടങ്ങൾക്ക് ബലവും ശക്തിയും നൽകണമേ. കാലിടറാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹനം പെരുകുമ്പോൾ തളർന്നു വീഴാതെ ഞങ്ങളുടെ കാലിനും മനസ്സിനും ബലം പകർന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. കൃപമാരി ചൊരിയാൻ പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറയാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. See
ദിവ്യകാരുണ്യനാഥയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗരാജ്ഞി, ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ. ചേർന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗരാജ്ഞി, ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ.